1920 മഞ്ചേരി മലബാർ രാഷ്ട്രീയ സമ്മേളനം അധ്യക്ഷൻ. 1920 മഞ്ചേരി മലബാർ രാഷ്ട്രീയ സമ്മേളനം അധ്യക്ഷൻ ആരാണ്? കസ്തൂരിരംഗ അയ്യൻകാർ. ആരാണ്? കസ്തൂരിരംഗ അയ്യൻകാർ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. തിരുവിതാംകൂർ INC ബ്രാഞ്ച്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരുവിതാംകൂറിലെ ശാഖ രൂപീകരിച്ച 1937 സമ്മേളന അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യ. 1937 സമ്മേളന അധ്യക്ഷൻ, തിരുവിതാംകൂറിന്റെ ബ്രാഞ്ച്, INCയുടെ തിരുവിതാംകൂർ ശാഖ ആരംഭിച്ച സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാന്ന് ചോദിച്ചത്. ആരാണ്? പട്ടാഭി സീതാരാമയ്യ. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന പട്ടാഭി സീതാരാമയ്യ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? ആരൊക്കെയാണ്? പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത് കല്ലറ പാങ്ങോട് സമരം 1938. കല്ലറ പാങ്ങോട് സമരം 1938. ഇത് നമ്മൾ സ്ഥിരം നോക്കുന്നതാണ്. അടുത്ത ചോദ്യം. ഒറ്റപ്പാലം രാഷ്ട്രീയ സമ്മേളനം 1921. ആദ്യത്തെ അഖില കേരള സമ്മേളനമാണ് ഒറ്റപ്പാലം രാഷ്ട്രീയ സമ്മേളനം. ആരാണ് അധ്യക്ഷൻ? ആരാണ് അധ്യക്ഷൻ? ആന്ധ്ര കേസരി. ആരാണ് ആന്ധ്ര കേസരി? ടി പ്രകാശം. ടി പ്രകാശം. അടുത്ത അഞ്ചാമത്തെ ചോദ്യം. വരിക വരിക സഹചരെ, ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വരിക വരിക സഹചരെ എഴുതിയതാര്? ആരാണ്? അംശി നാരായണ പിള്ള. അംശി നാരായണ പിള്ള. ഒന്നുകൂടെ പറയാ. 1920 മഞ്ചേരി മലബാർ രാഷ്ട്രീയ സമ്മേളനം അധ്യക്ഷൻ കസ്തൂരിരംഗ അയ്യൻകാർ. തിരുവിതാംകൂറിന്റെ INC ബ്രാഞ്ച് രൂപീകരിച്ച 1937 സമ്മേളന അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യ. പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത് കല്ലറ പാങ്ങോട് സമരം 1938. ഒറ്റപ്പാലം സമ്മേളനം 1921. ഒറ്റപ്പാലം സമ്മേളനം 1921. ആരാണ് അധ്യക്ഷൻ? ടി പ്രകാശം. ആരാണ്? ടി പ്രകാശം. ടി പ്രകാശം. ആന്ധ്ര കേസരി. അടുത്ത വരിക വരിക സഹചരെ അംശി നാരായണ പിള്ള. ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനമായിരുന്നു ഒറ്റപ്പാലം സമ്മേളനം 1921. ടി പ്രകാശം. അടുത്തത് ആറാമത്തെ ചോദ്യം. മുസ്ലിം ലീഗിന്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം. മുസ്ലിം ലീഗിന്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 1917. ഏഴാമത്തെ ചോദ്യം. കേരള ഖിലാഫത്ത് കമ്മിറ്റി 1920 രൂപീകരിക്കുമ്പോൾ, കേരള ഖിലാഫത്ത് കമ്മിറ്റി 1920 രൂപീകരിക്കുമ്പോൾ പ്രസിഡന്റും സെക്രട്ടറിയുമാരായിരുന്നു. ആരാണ് പ്രസിഡന്റ്? കട്ടിളശ്ശേരി മുഹമ്മദ് മൗലവി. ആരാണ്? കട്ടിളശ്ശേരി മുഹമ്മദ് മൗലവി. ആരാണ് സെക്രട്ടറി? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ആരാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്? കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ആയിരുന്നു സെക്രട്ടറി. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യം. കണ്ണൂർ ജയിലിലെ മർദ്ദനത്തിൽ വലത് ചെവിയുടെ ശേഷി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി. കണ്ണൂർ ജയിലിലെ മർദ്ദനത്തിൽ വലത് ചെവിയുടെ ശേഷി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അടുത്തത് ഓപ്പ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ഓപ്പ ആരാണ്? AV കുട്ടിമാളു അമ്മ. ആരാണ്? AV കുട്ടിമാളു അമ്മ. അടുത്ത 10ാമത്തെ ചോദ്യം. കാബൂളില് സ്വതന്ത്ര ഭാരത സർക്കാർ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്. അപ്പൊ അതിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് അവർ തീരുമാനിച്ചത് ആരെയാണ്? ചെമ്പകരാമൻ പിള്ള. ആരാണ്? ചെമ്പകരാമൻ പിള്ള. ഒന്നുകൂടെ പറയാ. മുസ്ലിം ലീഗ് ശാഖ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് 1917. കേരള ഖിലാഫത്ത് കമ്മിറ്റി 1920. പ്രസിഡന്റ് കട്ടളശ്ശേരി മുഹമ്മദ് മൗലവി. സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. അടുത്ത കണ്ണൂർ ജയിലിലെ മർദ്ദനത്തിൽ വലതു ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഓപ്പ എന്നറിയപ്പെട്ടിരുന്നത് AV കുട്ടിമാളു അമ്മ. സ്വതന്ത്ര ഭാരത സർക്കാർ കാബൂൾ വിദേശകാര്യ വകുപ്പ് മന്ത്രി ചെമ്പകരാമൻ പിള്ള. അടുത്തത് 11ാമത്തെ ചോദ്യം. കീഴരിയൂർ ബോംബ് കേസ് നമ്മൾ സ്ഥിരം പറയുന്നതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കേസാണ് കീഴരിയൂർ ബോംബ് കേസ്. ഡോക്ടർ KB മേനോൻ. ആരാണ്? ഡോക്ടർ KB മേനോൻ. അടുത്ത 1942 കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട ദിവാൻ. കൊച്ചി ദിവാൻ. 12ാമത്തെ ചോദ്യം. 1942 കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട ദിവാൻ AFW ഡിക്സൺ. ആരാണ്?
AFW ഡിക്സൺ. AFW ഡിക്സൺ. അടുത്ത 13ാമത്തെ ചോദ്യം. ഇരുമ്പഴിക്കുള്ളിൽ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ഇരുമ്പഴിക്കുള്ളിൽ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ഇരുമ്പഴിക്കുള്ളിൽ. ആരാണ് രചിച്ചത്? VA കേശവൻ നായർ. VA കേശവൻ നായർ രചിച്ചതാണ് ഇത് ഇരുമ്പഴിക്കുള്ളിൽ. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ്. അടുത്തത് 1943 സെപ്റ്റംബർ 10 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. 1943 സെപ്റ്റംബർ 10 IPC 121A പ്രകാരം തൂക്കിലേറ്റപ്പെട്ട INA നേതാക്കൾ. 1943 സെപ്റ്റംബർ 10 IPC 121A പ്രകാരം തൂക്കിലേറ്റപ്പെട്ട INA നേതാക്കൾ മാർക്ക് ചെയ്യുക. വക്കം അബ്ദുൾ ഖാദർ, അനന്തൻ നായർ. ആയിരിക്കാണ്? വക്കം അബ്ദുൾ ഖാദർ, അനന്തൻ നായർ. അടുത്തത് 15ാമത്തെ ചോദ്യം. നമ്പൂതിരി ബില്ലിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതിനായി കൊച്ചി നിയമസഭ പ്രത്യേകം ക്ഷണിതാവായി വിളിച്ചത് ഏത് വനിതയെയാണ്? നമ്പൂതിരി ബില്ലിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതിനായി കൊച്ചി നിയമസഭ പ്രത്യേകം ക്ഷണിതാവായി വിളിച്ചത് ഏത് വനിതയാണ്? ആരെയാണ്? പാർവതി നെന്മേനിമംഗലം. മാർക്ക് ചെയ്യുക. പാർവതി നെന്മേനിമംഗലം. ഓക്കെ, ഒന്നുകൂടെ പറയാ. കീഴരിയൂർ ബോംബ് കേസ് ഡോക്ടർ KB മേനോനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ത്? കീഴരിയൂർ ബോംബ് കേസ്. അടുത്തത് 1942 കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട കൊച്ചി ദിവാൻ ആരാണ്? AFW ഡിക്സൺ. അടുത്തത് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പുസ്തകം ഇരുമ്പഴിക്കുള്ളിൽ രചിച്ചത് VA കേശവൻ നായർ. അടുത്തത് വക്കം അബ്ദുൾ ഖാദർ, അനന്തൻ നായർ. 1943 സെപ്റ്റംബർ 10 IPC 121A പ്രകാരം തൂക്കിലേറ്റപ്പെട്ട INA നേതാക്കളാണ് വക്കം അബ്ദുൾ ഖാദർ, അനന്തൻ നായർ. അടുത്ത നമ്പൂതിരി ബില്ലിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതിനായി കൊച്ചി നിയമസഭ പ്രത്യേക ക്ഷണിതാവായി വിളിച്ചത് ഏത് വനിതയാണ്? പാർവതി നെന്മേനിമംഗലം. അടുത്തത് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ്. മലബാർ കലാപത്തിനെ കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചതാര്? എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചതാര്? KN പണിക്കർ. KN പണിക്കർ. അങ്ങനെ തന്നെ എഴുതി വെക്കണം. വേറെ KN പണിക്കറിനെയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, നിങ്ങൾ അപ്പോൾ ബാക്കിയുള്ള ഇതേപോലെ ഇതുമായി ബന്ധപ്പെട്ട ഫെമിലിയർ ആയിട്ടുള്ള പേരൊക്കെ വരുമ്പോൾ അതൊന്നും മാർക്ക് ചെയ്യരുത്. മുമ്പിലും പിമ്പിലും ഒന്നുമില്ല. ഓക്കെ, എന്ത് തന്നെയാണ്? KN പണിക്കർ. ഇപ്പൊ ശ്രദ്ധിക്കുക. എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ്. അപ്പോൾ നിങ്ങൾ പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് അത് KM പണിക്കരാണ്. KM പണിക്കരാണ്, സർദാർ KM പണിക്കർ. ഓക്കെ, അപ്പോൾ അതിൽ ചിലപ്പോൾ അങ്ങനെ ഓപ്ഷൻ നമ്മൾ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് KM പണിക്കർ എന്ന് ആദ്യം ഓപ്ഷനിൽ ഉണ്ടാവും. അത് കയറി മാർക്ക് ചെയ്യരുത്. ഓക്കെ, KM അല്ല, എന്താണ്? KN പണിക്കർ. KN പണിക്കർ. എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ്, മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം എഴുതിയത് KN പണിക്കർ, ചരിത്രകാരൻ KN പണിക്കർ. ഓക്കെ, അടുത്ത സിവിൽ റൈറ്റ്സ് ലീഗ്. 1918 തിരുവിതാംകൂറിൽ രൂപീകൃതമായ സിവിൽ റൈറ്റ്സ് ലീഗ് പ്രസിഡന്റ് ആരായിരുന്നു? EJ ജോൺ. ആരാണ്? EJ ജോൺ. EJ ജോൺ. 1918 സിവിൽ റൈറ്റ്സ് ലീഗ് ട്രാവൻകൂർ, പ്രസിഡന്റ് EJ ജോൺ. അടുത്ത മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപീകൃതമായ വർഷം. മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപീകൃതമായ വർഷം 1917. ഏതാണ്? 1917. അടുത്ത് 1919 വടകര മലബാർ രാഷ്ട്രീയ സമ്മേളനം അധ്യക്ഷൻ. 1919 വടകര മലബാർ രാഷ്ട്രീയ സമ്മേളനം അധ്യക്ഷൻ KP രാമൻ മേനോൻ. ആരാണ്? KP രാമൻ മേനോൻ. KP രാമൻ മേനോൻ. അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം ഉളിയത്ത് കടവ്. ഉളിയത്ത് കടവ്. ഒന്നുകൂടെ പറയാ. എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് മലബാർ കലാപത്തെ കുറിച്ചുള്ള പുസ്തകമാണ് എഴുതിയത് KN പണിക്കർ. സിവിൽ റൈറ്റ്സ് ലീഗ് 1918 ട്രാവൻകൂർ, തിരുവിതാംകൂർ രൂപീകൃതമായ സിവിൽ റൈറ്റ്സ് ലീഗ് 1918, പ്രസിഡന്റ് EJ ജോൺ. മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപീകൃതമായത് 1917. 1919 വടകര മലബാർ രാഷ്ട്രീയ സമ്മേളനം അധ്യക്ഷൻ KP രാമൻ മേനോൻ. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം ഉളിയത്ത് കടവ്. അടുത്തത് യങ് ഇന്ത്യ. ഗാന്ധിജി സ്ഥാപിച്ചതാണ് യങ് ഇന്ത്യ. അതിന്റെ എഡിറ്ററായ മലയാളി, പത്രാധിപരായ മലയാളി ആരാന്ന് ചോദിക്കും. ആരാണ്? ജോർജ് ജോസഫ്. ആരാണ്? ജോർജ് ജോസഫ്. അടുത്തത് 1918 തലശ്ശേരി മലബാർ രാഷ്ട്രീയ സമ്മേളനം അധ്യക്ഷൻ. 1918 തലശ്ശേരി മലബാർ രാഷ്ട്രീയ സമ്മേളനം അധ്യക്ഷൻ ആസാദ് അലി ഖാൻ ബഹാദൂർ. ആരാണ്? ആസാദ് അലി ഖാൻ ബഹാദൂർ. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, സ്ഥിരം ചോദിക്കുന്നത്. 1928 പയ്യന്നൂർ 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം അധ്യക്ഷൻ. 1928 പയ്യന്നൂർ 4ാം സംസ്ഥാന കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. അടുത്തത്
24ാമത്തെ ചോദ്യം. KPCCക്ക് ജില്ലാ കമ്മിറ്റികൾ വരുന്നത് 1921 മുതലാണ്. KPCCക്ക് ജില്ലാ കമ്മിറ്റി വരുന്നത് 1921 മുതലാണ്. ഭാഷാടിസ്ഥാനത്തിൽ KPCCകൾ അല്ലെങ്കിൽ PCCകൾ രൂപീകരിച്ചാൽ മതി എന്ന് പറയുന്നത്, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചാൽ മതി എന്ന് പറഞ്ഞത് 1920 നാഗ്പൂർ സമ്മേളനം. 1920 നാഗ്പൂർ സമ്മേളനം. അടുത്തത് 25ാമത്തെ ചോദ്യം. ഉപ്പു സത്യാഗ്രഹം പാലക്കാട്. ഉപ്പു സത്യാഗ്രഹം നയിച്ചത് എല്ലാവർക്കും അറിയാം, KK എളപ്പനാണ്. കേരളത്തില് പാലക്കാട് നയിച്ചത് ആരാന്ന് ചോദിക്കും. ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. അടുത്തത് 1903 കോഴിക്കോട് സമ്മേളനം അധ്യക്ഷൻ. 1903 കോഴിക്കോട് സമ്മേളന അധ്യക്ഷൻ ആരാണ്? C വിജയരാഘവാചാരി. ആരാണ്? C വിജയരാഘവാചാരി. ഒന്നുകൂടെ പറയാ. യങ് ഇന്ത്യ എഡിറ്ററായ മലയാളി ജോർജ് ജോസഫ്. 1918 തലശ്ശേരി മലബാർ രാഷ്ട്രീയ സമ്മേളനം അധ്യക്ഷൻ ആസാദ് അലി ഖാൻ ബഹാദൂർ. 1928 പയ്യന്നൂർ 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റു. KPCCക്ക് ജില്ലാ കമ്മിറ്റികൾ 1921 ഏത് സമ്മേളന പ്രകാരം? 1920 നാഗ്പൂർ സമ്മേളന പ്രകാരം. അടുത്തത് ഉപ്പു സത്യാഗ്രഹം പാലക്കാട് നയിച്ചത് ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. ഉപ്പു സത്യാഗ്രഹം പാലക്കാട് നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. ഉപ്പു സത്യാഗ്രഹ സ്മാരകം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതാണ്? ഉളിയത്ത് കടവ് അല്ലെ. 1903 കോഴിക്കോട് സമ്മേളനം അധ്യക്ഷൻ C വിജയരാഘവ ആചാരി. അടുത്തത് പൗരസമത്വവാദ പ്രക്ഷോഭണം. പൗരസമത്വവാദ പ്രക്ഷോഭണം തിരുവിതാംകൂർ നടന്ന വർഷം ചോദിക്കും. പൗരസമത്വവാദ പ്രക്ഷോഭണം തിരുവിതാംകൂർ നടന്നത് 1919. അടുത്തത് കേരള ഉപ്പു സത്യാഗ്രഹ വേദി ഏതാണ്? പയ്യന്നൂർ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ്, റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. തിരുവിതാംകൂർ വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാക്കൾ. 1921 തിരുവിതാംകൂർ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്നത്. അതിലെ നേതാക്കൾ കുട്ടൻ നായർ, കൃഷ്ണൻ നായർ, കുഞ്ഞിരാമൻ നായർ, GP നായർ. ആയിരിക്കാണ്? കുട്ടൻ നായർ, കൃഷ്ണൻ നായർ, കുഞ്ഞിരാമൻ നായർ, GP നായർ. അടുത്ത അഖില കേരള കുടിയാൻ സമ്മേളനം 1928 അധ്യക്ഷൻ. അഖില കേരള കുടിയാൻ സമ്മേളനം 1928 അധ്യക്ഷൻ ആരാണ്? ലാലാ ലജ്പത് റായ്. ആരാണ്? ലാലാ ലജ്പത് റായ്. അഖില കേരള കുടിയാൻ സമ്മേളനം 1928 അധ്യക്ഷൻ ലാലാ ലജ്പത് റായ്. അടുത്ത തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായിട്ട് ആരംഭിച്ച തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938 രൂപീകൃതമായത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938. അടുത്ത ലാസ്റ്റ് ചോദ്യം. 1920 5ാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം. 1920 5ാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം വേദി മഞ്ചേരി. ഒന്നുകൂടെ പറയാ. പൗരസമത്വവാദ പ്രക്ഷോഭണം തിരുവിതാംകൂർ 1919. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ വേദി പയ്യന്നൂര്. 1921 തിരുവിതാംകൂർ വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാക്കൾ കുട്ടൻ നായർ, കൃഷ്ണൻ നായർ, കുഞ്ഞിരാമൻ നായർ, GP നായർ. അടുത്ത അഖില കേരള കുടിയാൻ സമ്മേളനം 1928 അധ്യക്ഷൻ ആരാണ്? ലാലാ ലജ്പത് റായ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത് 1938. അടുത്തത് 1920 5ാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം വേദി മഞ്ചേരി. ഒന്നാമത്തെ ചോദ്യം. കേരളം 2011 സെൻസസ് പ്രകാരം ഉയർന്ന സാക്ഷരതാ നിരക്ക്, മാതൃത്വ മരണനിരക്ക്, ഉയർന്ന സ്ത്രീ സാക്ഷരത. അപ്പൊ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിന് ഉയർന്ന സാക്ഷരതാ നിരക്കാണ്, കേരളത്തിന് ഉയർന്ന മാതൃത്വ മരണനിരക്കാണ്, ഉയർന്ന സ്ത്രീ സാക്ഷരതാ നിരക്കാണ്. ഇതിൽ ഏതെല്ലാമാണ് ശരി? ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മാതൃത്വ മരണനിരക്ക് കൂടുതലൊന്നുമല്ല. ഏതൊക്കെയാണ്? 1 and 3. 1 and 3. 1ഉം 3ഉം. കേരളത്തില് ഉയർന്ന സാക്ഷരതാ നിരക്കാണ്. 2011 സെൻസസ് പ്രകാരം 94% സാക്ഷരത. ഇനി വനിതകളുടെ സാക്ഷരതയാണെങ്കിൽ 91.98 ആണ്. 91.98 ആണ്. പുരുഷന്മാരുടെ ആണെന്ന് ചോദിച്ചു പറഞ്ഞാൽ 96.11% 2011 സെൻസസ് പ്രകാരമാണ്. ഒന്നുകൂടെ പറയാം. സ്ത്രീകളുടെ 91.98, പുരുഷന്മാരുടെ 96.11. അപ്പോൾ അതിന് പെട്ടെന്ന് കിട്ടും. ഇത് കേരളത്തിൻ്റെ ഒരു ഡാറ്റ, ഒരു എന്താണ് പറയുക, എക്കണോമിക്സിലെ ഒരു ഭാഗമാണ്. ഡെമോഗ്രഫി എന്ന് പറയുക, ജനസംഖ്യാശാസ്ത്രമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. അടുത്തത് ചേരുംപടി ചേർക്കുക. ടൂറിസം സ്പോട്ടുകളാണ്. ചേരുംപടി ചേർക്കുക. റാണിപുരം കാസർഗോഡ്. പാതിരാമണൽ ഇവിടെ തന്നിരിക്കുന്നത് എറണാകുളം എന്നാണ്. ചരൽക്കുന്ന് ഇവിടെ തന്നിരിക്കുന്നത് പത്തനംതിട്ട എന്നാണ്. ഇതിൽ ചേരുംപടി ചേർക്കാൻ അല്ലെങ്കിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക.
ഏതാണ് ശരിയായ ജോഡി? റാണിപുരം കാസർഗോഡ് ശരിയാണ്. പാതിരാമണൽ എറണാകുളം അല്ല, അത് തെറ്റാണ്, ആലപ്പുഴ. ചരൽക്കുന്ന് പത്തനംതിട്ട. ഇതിന്റെ ഉത്തരവും എന്ത് തന്നെയാണ്? 1ഉം 3ഉം. ഒന്നുകൂടെ പറയാ, റാണിപുരം കാസർഗോഡ്, പാതിരാമണൽ ആലപ്പുഴ, ചരൽക്കുന്ന് പത്തനംതിട്ട. അടുത്തത് പൊളിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. യൂണിയൻ ഗവൺമെന്റ് ഏത് രീതിയിലാണ്? യൂണിറ്ററി, ഫെഡറൽ, എമർജൻസി സമയത്ത് യൂണിറ്ററി അല്ലെങ്കിൽ ഫെഡറൽ, എമർജൻസി സമയത്ത് ഫെഡറൽ അല്ലെങ്കിൽ യൂണിറ്ററി. ശ്രദ്ധിക്കുക, യൂണിറ്ററി എന്ന് പറയുമ്പോൾ ഒറ്റ ഫീച്ചർ. ഇപ്പോൾ ഇന്ത്യക്ക്, കേരളത്തിന് ഇതെല്ലാം എന്താണ് നോക്കുക, ഒരു പ്രസിഡന്റ് അല്ലേ, എല്ലാം ഒന്നിലേക്ക്, ഒരു സുപ്രീം കോടതി, എല്ലാം ഒന്നിലേക്ക്. അതേപോലെ തന്നെ ഫെഡറൽ നോക്കുക, ഹൈക്കോടതികൾ, അതേപോലെ തന്നെ ഗവർണേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫെഡറൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ ലിസ്റ്റുകൾ, ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അവിടെ സെപ്പറേഷൻ ആണ്, പവറിന്റെ ഡിവിഷൻ ആണ്. അപ്പോൾ യൂണിറ്ററി ഫീച്ചറും ഉണ്ട്, ഫെഡറൽ ഫീച്ചറും ഉണ്ട്. പക്ഷേ അത് രണ്ടും ഉത്തരം എഴുതാൻ പറ്റില്ല. നോക്കുക, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എമർജൻസി സമയത്ത്, അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള എമർജൻസി സമയത്ത് അത് യൂണിറ്ററി ഫീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്, ഫെഡറൽ ഫീച്ചർ. എമർജൻസി ടൈമിൽ എല്ലാ അധികാരവും ആർക്കാണ്? കേന്ദ്രത്തിനാണ് പോവുക. എമർജൻസി സമയത്ത് യൂണിറ്ററി അല്ലെങ്കിൽ ഫെഡറൽ. ഇന്ത്യ ഓർ ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പൊ ഇതാണ് ഉത്തരം, മൂന്നാമത്തത്. എമർജൻസി സമയത്ത് യൂണിറ്ററി അല്ലെങ്കിൽ ഫെഡറൽ എഴുതിയെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നാലാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശബരിമല സീസണൽ വരുമാനമുള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനമുള്ള ക്ഷേത്രമാണ്. അടുത്തത് രണ്ടാമത്തെ, മകരവിളക്ക് കേരള കുംഭമേള എന്നറിയപ്പെടുന്നു. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മകരവിളക്ക് കേരള കുംഭമേള എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ 4 ചോദ്യം നമ്മൾ കഴിഞ്ഞു ഫസ്റ്റ് സ്ലൈഡിൽ. ഇപ്പോൾ ഒന്നാമത്തെ നോക്കുക, കേരളത്തിലെ 2011 സെൻസസ് പ്രകാരമുള്ളതാണ് ചോദിച്ചത്. ഉയർന്ന സാക്ഷരതാ നിരക്ക്, കുറഞ്ഞ മാതൃത്വ മരണ നിരക്ക്, ഉയർന്ന സ്ത്രീ സാക്ഷരത, ഇതാണ് ശരി. തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു. ചേരുംപടി ചേർക്കുക എന്നുള്ളതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു, 1ഉം 3ഉം ശരിയായിരുന്നു. യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എമർജൻസി സമയത്ത് യൂണിറ്ററി അല്ലെങ്കിൽ ഫെഡറൽ. അടുത്ത നാലാമത്തെ, ശരിയായ പ്രസ്താവനകൾ, രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനം ലഭിക്കുന്നത് ശബരിമല, അതേപോലെ തന്നെ മകരവിളക്ക് കേരള കുംഭമേള എന്നറിയപ്പെടുന്നു. അടുത്തത് അഞ്ചാമത്തെ, പുരാതന കവിത്രയങ്ങൾ ആരെല്ലാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിലെ സ്റ്റേറ്റ്മെന്റ് എന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, അല്ലെങ്കിൽ ആ എക്സാം എഴുതുന്ന സമയത്ത് വെറുതെ ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് നേരിട്ട് തന്നെ എഴുതാം. ആരൊക്കെയാണ്? കുഞ്ചൻ, തുഞ്ചൻ, ചെറുശ്ശേരി. കുഞ്ചൻ, തുഞ്ചൻ, ചെറുശ്ശേരി. കുഞ്ചൻ, തുഞ്ചൻ, ചെറുശ്ശേരി. ഓക്കെ, ചെറുശ്ശേരി, അതേപോലെ തന്നെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അതേപോലെ കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ, തുഞ്ചൻ, ചെറുശ്ശേരി. ഇനി ആധുനിക കവിത്രയങ്ങളോ? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ആറാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന. മാമാങ്കവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. മാമാങ്കം 12 വർഷത്തിലൊരിക്കൽ നടക്കുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത്. അവസാനം നടന്നതെന്ന് പറഞ്ഞിട്ട് വർഷം തന്നിട്ടുണ്ട്. അവസാനിച്ചത് മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണം മൂലം. ശരിയായ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. മാമാങ്കം 12 വർഷത്തിലൊരിക്കൽ നടക്കുന്നു. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 12 വർഷത്തിലൊരിക്കൽ 28 ദിവസം കൂടുമ്പോൾ നടക്കുന്ന ഉത്സവം. ഭാരതപ്പുഴയുടെ തീരത്ത്, അതും ശരിയാണ്. തിരുനാവായയിലാണ് നടക്കുന്നത്. അവസാന മാമാങ്കം. ഇനി ഹിസ്റ്ററി പഠിച്ചവർക്ക് അറിയാം, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നോക്കുക, മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണം മൂലം. മൈസൂർ സുൽത്താൻമാർ എന്ന് പറയുമ്പോൾ ഹൈദരാലിയും ടിപ്പു സുൽത്താനും 1750 അല്ലെങ്കിൽ 60 ശേഷം എന്ന് വേണമെങ്കിൽ എടുക്കുക. 60 ശേഷമുള്ള ആൾക്കാരാണ്. 1799 ടിപ്പു കൊല്ലപ്പെടുന്നത്. അപ്പോൾ 1760 മുതൽ ഏകദേശം 1800 വരെ എന്ന് പറയാം. 1799 തന്നെ ടിപ്പു അവസാനിക്കുന്നുണ്ട്, എന്നാലും ഒരു 40 കൊല്ലം. അപ്പോൾ അത് അവസാനിച്ചത് മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണം മൂലം എന്ന് പറഞ്ഞു വെച്ചാൽ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കോ? അല്ല, തെറ്റാണ്. ഹിസ്റ്റോറിക്കലി അത് മിസ്മാച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ്. 1755 അവസാന മാമാങ്കം നടന്നത് 1755. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. 1949 ജൂലൈ 1 രൂപീകരിച്ച തിരുകൊച്ചി പാർട്ട് ബി സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്നു. ശരിയാണ്. 1949 ജൂലൈ 1 തിരുകൊച്ചി രൂപീകരിച്ചത്. അത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ABCD സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു, അതിൽ ബിയിലാണ് ഉൾപ്പെടുക.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. കെ കേളപ്പൻ ഐക്യ കേരള സമിതി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. രാജപ്രമുഖ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയാൽ കേരളം രൂപീകൃതമാവില്ല എന്ന് അദ്ദേഹം കരുതി. അതും ശരിയാണ്. കെ കേളപ്പനായിരുന്നു ഐക്യ കേരള സമിതി പ്രസിഡന്റ്. 1947 തൃശ്ശൂരിൽ ഐക്യ കേരള സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജപ്രമുഖ് ആയിട്ട് 1949 ജൂലൈ 1 ശേഷം തിരുവിതാംകൂർ മഹാരാജാവ് തന്നെയാണ് തിരുക്കൊച്ചിയുടെ ഹെഡായിട്ടും വന്നത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇനി കേരളം രൂപീകൃതമാവില്ല. കാരണം ഇതിന്റെ ഹെഡ് ആരായിട്ടാണ് വന്നത്? രാജാവായിട്ടാണ് വന്നത്. രാജാവായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും അത് രാജ്യമായിട്ടല്ലേ പോവുക. ഓക്കെ, അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് രാജിവെക്കുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ തിരുകൊച്ചി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് ഞാൻ അവിടെ വായിക്കുന്നില്ല, വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആദ്യത്തെ തിരുകൊച്ചി മുഖ്യമന്ത്രി ആരാണ്? പറവൂർ ടി കെ നാരായണപിള്ളയാണ്. പറവൂർ ടി കെ നാരായണപിള്ളയാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പറവൂർ ടി കെ നാരായണപിള്ള. അവസാന മുഖ്യമന്ത്രി അതേപോലെ പഠിച്ചു വെക്കുക, പനമ്പള്ളി ഗോവിന്ദമേനോൻ. ഇതിൽ ചോദിച്ചത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എത്രാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. നോക്കുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ മിക്കവാറും ഇത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നിട്ടുണ്ടാവുക. അപ്പൊ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ആദ്യം അത് വായിച്ചു നോക്കുക, ശരിയാണോ തെറ്റാണോ. അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഇതിന് ABCD എന്ന് പറഞ്ഞിട്ട് മാത്രം ഓപ്ഷൻ ഉള്ളൂ, അല്ലാതെ 1, 2, 2, 3 എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. ഒന്നല്ലേ തെറ്റാനുള്ള ചാൻസ് ഉള്ളൂ, കാരണം ABCD ആണ് ആൻസർ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ സംഭവമായിരിക്കും തെറ്റായിട്ടുള്ളത്. അപ്പോൾ തിരുകൊച്ചിയെ കുറിച്ച് പഠിക്കുന്നവർക്ക് ആദ്യത്തെ മുഖ്യമന്ത്രി അവസാനത്തെ മുഖ്യമന്ത്രിയൊക്കെ അറിയണം. അപ്പൊ അങ്ങനെ പഠിച്ചവർക്ക് ഈ ഒന്നാമത്തെ രണ്ടാമത്തെയൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിലും മൂന്നാമത്തെ തെറ്റാണെന്ന് അറിഞ്ഞ് എഴുതാൻ പറ്റില്ലേ? അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടായിരിക്കും അവർ തരിക. വെറുതെ അത് കണ്ടിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് കളയരുത്. വെറുതെ അത് വായിച്ചിട്ട് ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ്റെ വലുപ്പം കണ്ടിട്ട് ഇതൊക്കെ എങ്ങനെ എനിക്ക് എഴുതാൻ കിട്ടണം, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം ഒന്ന് വായിച്ചു നോക്കുക, കൂളായിട്ട് വായിച്ചു നോക്കുക, കിട്ടും. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണറാണ്, സ്പീക്കറെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനയെ ചോദിച്ചത്. 2 പ്രസ്താവന എന്താണ്? തെറ്റാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഹൈക്കോടതി ജഡ്ജിമാരെയും സുപ്രീം കോടതി ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ആരാണ്? പ്രസിഡന്റ് ആണ്. സ്പീക്കറെ നിയമിക്കുന്നത് ആരാണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗങ്ങള് MLA-മാരാണ്, അല്ലാതെ മുഖ്യമന്ത്രി അല്ല. ആരാണ്? MLA-മാരാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്, സ്പീക്കറെ നിയമിക്കുന്നത് ആരാണ്? MLA-മാരാണ്, ആ നിയമസഭാ അംഗങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും എന്താണ്? തെറ്റാണ്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനയാണ്. ടിപ്പു കൊല്ലപ്പെട്ടത് 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 3ാം പാനിപ്പത്ത് യുദ്ധത്തിൽ അഹമ്മദ് ഷാ അബ്ദുലാദി മറാത്തകളെ തോൽപ്പിച്ചു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 2ാം പാനിപ്പത്ത് യുദ്ധമാണ് യഥാർത്ഥത്തിൽ ശരിക്കും മുഗൾ ഭരണം ആരംഭിക്കാൻ കാരണം. ശ്രദ്ധിക്കുക, ടിപ്പു കൊല്ലപ്പെട്ടത് എഴുതി വയ്ക്കുക 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തില്. 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധപ്രകാരമാണ് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി വരുന്നത്. 1799 ടിപ്പു കൊല്ലപ്പെടുന്നത് 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ. അപ്പോൾ അത് തെറ്റാണ്. 3ാം പാനിപ്പത്ത് യുദ്ധം ശ്രദ്ധിക്കുക. 3ാം പാനിപ്പത്ത് യുദ്ധത്തില് 1761 3ാം പാനിപ്പത്ത് യുദ്ധത്തില് ഇവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് മറാത്തകൾക്ക് ഇന്ത്യ മുഴുവൻ കീഴടക്കണം എന്നുള്ളത്. അത് ആ പാനിപ്പത്ത് യുദ്ധത്തില് അഹമ്മദ് ഷാ അബ്ദലാദി എന്ന് പറഞ്ഞ അഫ്ഗാനിയോട് പരാജയപ്പെടുന്നവരെയായിരുന്നു അവർക്കത് ഉണ്ടായിരുന്നത്. പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും അത് ബ്രിട്ടീഷുകാർക്കാണ് അനുഗ്രഹമായിട്ട് വന്നത്. കാരണം മറാത്ത എന്നുള്ള പവർ അവിടെ അവസാനിക്കുകയല്ല, അതിന്റെ ശക്തി എന്ത് ചെയ്യണം, നന്നായി കുറഞ്ഞു. അങ്ങനെ പിന്നീട് അത് അവർക്ക് എളുപ്പമുള്ള ഇതായിട്ട് മാറി. അപ്പം 3ാം പാനിപ്പത്ത് യുദ്ധത്തിൽ മറാത്തകളെ തോൽപ്പിക്കുകയാണ്. അടുത്ത 2ാം പാനിപ്പത്ത് യുദ്ധം 1556 2ാം പാനിപ്പത്ത് യുദ്ധം. അക്ബറും ഹെമൂവും തമ്മിൽ. അതാണ് ശരിക്കും മുഗൾ ഭരണം ആരംഭിച്ചു എന്ന് പറയുന്നത്. 1526 1ാം പാനിപ്പത്ത് യുദ്ധം. ഓക്കെ, അതിൽ ബാബർ ഇബ്രാഹിം ലോധിയെ തോൽപ്പിക്കുകയാണ്. ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചിട്ട് മുഗൾ ഭരണം സ്ഥാപിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ഹുമയൂൺ അതെല്ലാം നഷ്ടപ്പെടുത്തി നാട് വിട്ടു പോവുകയാണ്. പിന്നീട് 1556 അക്ബർ 2ാം പാനിപ്പത്ത് യുദ്ധത്തിൽ, അക്ബറിലെ ശരിക്കും ബൈറങ്കാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ രക്ഷാധികാരിയാണ്. എന്തായാലും അദ്ദേഹം ഹെമുവിനെ പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ യുദ്ധത്തിൽ ശരിക്കും ഹെമൂണ് ജയിക്കേണ്ടത്, പക്ഷെ അവിടെ നിന്ന് ഒരു അമ്പ് വന്നിട്ട് അയാളുടെ കണ്ണിൽ തറയ്ക്കുകയും അവരങ്ങനെ ചിതറി ഓടുകയും ചെയ്തപ്പോൾ ഇവർ വിജയിക്കുകയാണ് ചെയ്തത്.
അങ്ങനെയാണ് അക്ബർ യഥാർത്ഥത്തിൽ ശരിക്കും മുഗൾ ഭരണം ആരംഭിച്ചത്. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ടിപ്പു കൊല്ലപ്പെട്ടത് 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലാണ്. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് സൈഡിൽ ചേരുംപടി ചേർക്കൽ ഞാനൊന്നും എഴുതിയിട്ടില്ല, കാരണം നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ചേരുംപടി ചേർക്കുക, നിങ്ങൾ ചേരുംപടി ചേർക്കേണ്ട, നിങ്ങൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചെയ്താൽ മതി. ഓക്കെ, നോക്കുക. ഫീച്ചർ കൺട്രി, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ എവിടെന്നാ കടമെടുത്ത് അറിയാലോ നിങ്ങൾക്ക്. എവിടെന്നാണ്? അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. റിട്ട്, റിട്ട് എവിടെന്നാ കടമെടുത്തത്? റിട്ട് 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 എന്നുള്ള ആശയം ബ്രിട്ടൻ, ബ്രിട്ടൻ, റിട്ട് ബ്രിട്ട്. ഓക്കെ. DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ എവിടെന്നാണ്? അയർലൻഡ്, അയർലൻഡ്. റെസിഡ്യൂറി പവേഴ്സ് വിത്ത് സെന്റർ, അവശിഷ്ടാധികാരം ആർക്കാണ്? കേന്ദ്രത്തിനാണ് കൊടുക്കുക. എവിടെന്നാണ്? കാനഡ, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒന്നുകൂടെ പറയാ. മൗലിക അവകാശം അമേരിക്ക, റിട്ട് ബ്രിട്ടൻ, നിർദ്ദേശക തത്വങ്ങള് അയർലൻഡ്, അവശിഷ്ട അധികാരം കാനഡ. അടുത്തത് എന്താണ് നഗര ദ്രാവിഡ വെസാര? ഇവര് ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തിരിക്കുന്നത് UPSCയുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ്. UPSCയുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേരള ഹിസ്റ്ററി അല്ലാതെ ബാക്കി മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും. എന്താണ് നഗര ദ്രാവിഡ വെസാര? എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പിൾ കൺസ്ട്രക്ഷൻ സ്റ്റൈല്. ഓക്കെ, ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്റ്റൈലാണ്. ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്റ്റൈലാണ്. നോർത്തിലാണെങ്കിൽ നഗര, സൗത്തിലാണെങ്കിൽ ദ്രാവിഡ. ഇത് രണ്ടിൻ്റെയും മിക്സ്ചർ സെൻട്രൽ പോർഷനിലാണെങ്കിൽ വെസാര. ഒരു അമ്പല നിർമ്മാണ രീതിയാണ് നഗര ദ്രാവിഡ വെസാര. അടുത്ത ശരിയായ ജോഡി എഴുതുക. നിങ്ങൾ ശരിയായ ജോഡി എഴുതണ്ട, നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എഴുതിയാൽ മതി. 200 രൂപ നോട്ടിൽ എന്താണ് ആലേഖനം ചെയ്തിരിക്കുന്നത്? 2000 രൂപ നോട്ടിൽ എന്താണ്? 50 രൂപ നോട്ടിൽ എന്താണ്? പറയാ. 200 രൂപയിൽ എന്തായിരുന്നു? സാഞ്ചി അല്ലേ? സാഞ്ചി സ്തൂപ. 2000-ലോ പറയാ. 2000-ൽ എന്തായിരുന്നു? മംഗൾയാൻ, മംഗൾയാൻ. 50-ലോ ഹംപി, ഹംപിയിലെ അരഥം അല്ലെ? ഒന്നുകൂടെ പറയാ. 200 സാഞ്ചി, 2000 മംഗൾയാൻ, 50 ഹംപി, ഹംപിയിലെ അരഥം. അടുത്ത ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തൃശ്ശൂര് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത്, മലപ്പുറം ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇടുക്കി ഏറ്റവും കൂടുതൽ വില്ലേജുകൾ. ഇതിൽ ശരിയായ പ്രസ്താവന ഏത്? ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷനും ഏകദേശം അതേപോലെ തന്നെയാണ് തന്നിട്ടുള്ളത്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഒരേ ഒരു ഓപ്ഷൻ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കേണ്ടത് നല്ല നേരിട്ട് പഠിക്കുക. 1ഉം 2ഉം ശരിയാണ്. തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത്, ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളത് തൃശ്ശൂരാണ്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ളത്. ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ വില്ലേജുകൾ എന്നുള്ളത് തെറ്റാണ്, തെറ്റാണ്. ഇടുക്കിയിൽ 65 വില്ലേജുകളാണുള്ളത്. 65 വില്ലേജുകളാണുള്ളത്. ഏറ്റവും കുറവ് വില്ലേജുകൾ വയനാടാണ്, 49. എത്രയാണ്? 49. തൃശ്ശൂർ 234 വില്ലേജുകളുണ്ട്. ഏറ്റവും കൂടുതൽ വില്ലേജുകൾ ഉള്ളത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. ഏറ്റവും കൂടുതൽ വില്ലേജുകൾ ഉള്ളത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ വില്ലേജുകൾ, തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചോദിച്ച ഏതാണ്? മലപ്പുറം. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാണ് ശരി? 1ഉം 2ഉം ശരി. 1ഉം 2ഉം ശരിയാണ്. അടുത്തത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കുക, 14ാമത്തെ ചോദ്യം. ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അധികാരം ഉള്ളതാർക്ക്? ലോക്സഭ അവിടെ ഇരിക്കട്ടെ. ലോക്സഭയിൽ നമുക്കറിയാം എല്ലാവർക്കും, അതായത് വോട്ടർ പട്ടികയിൽ പേരിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ഷനാണ് ഏത്? ലോക്സഭ ഇലക്ഷൻ. അപ്പോൾ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിലെല്ലാം ആ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യാൻ അധികാരമുള്ള പറയുമ്പോൾ ഇതിലെല്ലാം ഉത്തരവായിട്ട് വരേണ്ടതാണ്. പക്ഷെ അത് മാത്രമല്ല ചോദ്യം. രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ, രാജ്യസഭയെ പറയുന്ന പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് രാജ്യസഭ മെമ്പർമാർ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 9 രാജ്യസഭാ മെമ്പർമാരുണ്ടല്ലോ, അത് കേരള നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വോട്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ എന്താണ് ഉത്തരം? നിയമസഭയിലെ അംഗങ്ങൾക്ക്. ഇപ്പൊ നിയമസഭയിലെ അംഗങ്ങൾക്ക് ലോക്സഭയിലേക്കും വോട്ട് ചെയ്യാം, രാജ്യസഭയിലേക്കും വോട്ട് ചെയ്യാം. നിയമസമിതി അല്ല. നിയമസമിതി എന്ന് പറയുമ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അവർക്ക് പറ്റില്ല. അത് കേരളത്തിൽ ഇല്ല, അതുകൊണ്ട് നമുക്ക് നിയമസഭ എന്ന് പറയാം. ഓക്കെ. പാർലമെന്റിലെ ഉപരിസഭ എന്ന് പറയുമ്പോൾ ഏതാണ്? രാജ്യസഭ എന്നാണ്. അവർക്ക് പറ്റില്ല. പാർലമെന്റിലെ അധോസഭയിൽ ലോക്സഭയിലുള്ള ആൾക്കാർക്ക് പറ്റില്ല. ആരെ തെരഞ്ഞെടുക്കാൻ? രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ. ആർക്ക് മാത്രം അധികാരമുള്ളൂ? നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക്. ഇപ്പോൾ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടത് നോമിനേറ്റഡ് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല, കാരണം ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ അല്ലെങ്കിൽ നോമിനേഷൻ ഇപ്പം ഇല്ലല്ലോ. അടുത്ത
15ാമത്തെ ചോദ്യം തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത്? ആർട്ടിക്കിൾ 40 പഞ്ചായത്ത് രൂപീകരണം. എല്ലാവർക്കും അറിയാം ആർട്ടിക്കിൾ 40 പഞ്ചായത്ത് രൂപീകരണമാണ് DPSP. പാർട്ട് 9 പഞ്ചായത്ത്, അതും ശരിയാണ്. പാർട്ട് 10 മുനിസിപ്പാലിറ്റി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഞാൻ ഉത്തരം പറയാം. പാർട്ട് 11 പട്ടിക 11 പഞ്ചായത്ത് രാജ്. അപ്പോൾ പാർട്ടും പട്ടികയൊക്കെ അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണം ശരിയാണ്. പാർട്ട് 9 ഭാഗം 9 പഞ്ചായത്ത്, പാർട്ട് 9A മുനിസിപ്പാലിറ്റി, പാർട്ട് 9B കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒന്നുകൂടെ പറയാ, പാർട്ട് 9 അല്ലെങ്കിൽ ഭാഗം 9 പഞ്ചായത്ത്, പാർട്ട് 9A മുനിസിപ്പാലിറ്റി, പാർട്ട് 9B കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ പാർട്ട് 10 എന്തല്ല, മുനിസിപ്പാലിറ്റി അല്ല, അത് തെറ്റി. ഓക്കെ, ഇനി പട്ടിക 11 പഞ്ചായത്തി രാജ്, ഷെഡ്യൂൾ 11 പഞ്ചായത്തി രാജ്, ഷെഡ്യൂൾ 12 എന്തായിരുന്നു? നഗരപാലിക, മുനിസിപ്പാലിറ്റി. ഇത് പട്ടികയാണ്. അപ്പം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ സി എന്നുള്ളത് തെറ്റാണ്, ABC എന്നുള്ളതാണ് ഉത്തരം. 1, 2, 3. ഒന്നുകൂടെ പറയാ, ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണം, പാർട്ട് 9 പഞ്ചായത്ത്, പാർട്ട് 9A മുനിസിപ്പാലിറ്റി, പാർട്ട് 9B കോപ്പറേറ്റീവ് സൊസൈറ്റി, പട്ടിക 11 പഞ്ചായത്തി രാജ്, പട്ടിക 12 നഗരപാലിക. അടുത്തത്, മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ചാൽ സാധനങ്ങൾ പെട്ടെന്ന് മുറിയുന്നത് എന്തുകൊണ്ടാണ്? ശ്രദ്ധിക്കുക, അതിന്റെ ഉത്തരം ഇതാണ്. ദീസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷാർപ്പ് എഡ്ജീസ് മോർ ബിക്കോസ് ദ സർഫസ് ഏരിയ ഈസ് ലെസ്. അപ്പം ഇങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്. പ്രതല വിസ്തീർണം കുറവ്, അതിന് പ്രതല വിസ്തീർണം കുറവാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന മർദ്ദം എന്തായിരിക്കും? കൂടുതലാണ്. പ്രതല വിസ്തീർണം കുറവ് എന്നുള്ളതാണ് അതിൻ്റെ കോഡ്. അടുത്തത് 17ാമത്തെ, സോപ്പ് ഉപയോഗിച്ച് തുണികൾ കഴുകുന്നത് എന്തുകൊണ്ട്? അങ്ങനെ കഴുകിയാൽ പെട്ടെന്ന് വൃത്തിയാകും. എന്തുകൊണ്ടാണ്? അത് പ്രതല വിസ്തീർണം കുറയ്ക്കുന്നു. എന്തിൻ്റെ പ്രതല വിസ്തീർണം കുറയ്ക്കുന്നു? ജലത്തിൻ്റെ പ്രതല വിസ്തീർണം കുറയ്ക്കുന്നു. അങ്ങനെ ജലത്തിന് ആ ക്ലോത്തിൻ്റെ ദ്വാരങ്ങൾക്കിടയിലൂടെ പെട്ടെന്ന് പോവാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കോഡ് ഇതാണ്, പ്രതല വിസ്തീർണം കുറവ്. ഓക്കെ, പ്രതല വിസ്തീർണം കുറവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തേൽ എന്താണ്? ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ അതിൻ്റെ പ്രതല വിസ്തീർണം അല്ലെങ്കിൽ സർഫസ് ഏരിയ എന്നുള്ളത്. 16ാമത്തേൽ ഓക്കെ, മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ചാൽ അതിൻ്റെ ഉപരിതല വിസ്തീർണം കുറവ് എന്ന് എഴുതി വയ്ക്കുക. സോപ്പ് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ പ്രതല വിസ്തീർണം സർഫസ് ടെൻഷൻ കുറയുന്നു എന്ന് എഴുതി വയ്ക്കുക. ആ 2 കാര്യം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്തത് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. പാൻക്രിയാസ്, പിറ്റ്യൂട്ടറി, അഡ്രീനൽസ്, കിഡ്നീസ് തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കോർട്ടിസോള്, വൈറ്റമിൻ ഡി, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ്, അതേപോലെ തന്നെ ഗ്ലൂക്കോജൻ എന്നുള്ളതും തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് നിങ്ങളെന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ശരി, നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഉത്തരം പറയാം, നിങ്ങൾ ചെയ്ത് ശരിയാണെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പാൻക്രിയാസിസ് എ എന്നുള്ളത് 4ലേക്ക് വരും. ഓക്കെ, ഏതാണ്? ഗ്ലൂക്കോജൻ എന്നുള്ളതിലേക്ക് വരും. അടുത്തത് നോക്കുക, ബി എന്നുള്ളത് പിറ്റ്യൂട്ടറി, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ബി എന്നുള്ളത് 3ലേക്ക് പോകും. അടുത്തത് സി, അഡ്രീനൽസ്, എന്താണ്? കോർട്ടിസോൾ. അടുത്തത് കിഡ്നീസ്, എന്താണ്? വൈറ്റമിൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സംയുക്ത സമ്മേളനം മൂലമല്ലാതെ പാസ്സാക്കിയത് ഏത്? ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, അതേപോലെ തന്നെ ബാങ്കിങ് സർവീസസ് കമ്മീഷൻ റിപ്പീൽ ബില്ല്, പോട്ട പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്. ഇത് 3ആണ് ജോയിന്റ് സിറ്റിങ്ങിലൂടെ പാസ്സാക്കിയത്. ജോയിന്റ് സിറ്റിംഗ് ആർട്ടിക്കിൾ 108, വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ്, അതിൻ്റെ അധ്യക്ഷനാകുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. അപ്പോൾ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, ബാങ്കിങ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബില്ല്, പോട്ട, ഇത് 3 എന്താണ്? സംയുക്ത സമ്മേളനത്തിലൂടെയാണ് പാസ്സാക്കിയത്. ആൻറ്റി ഡിഫെക്ഷൻ ആക്ട്, അതായത് കൂറുമാറ്റ നിരോധന നിയമം, അങ്ങനെയല്ല. ഓക്കെ, അടുത്തത് 20ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചിരിക്കുക. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം, അവിടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് 25 എന്നാണ്.
പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഉടനെ തന്നെ ഇലക്ഷൻ നടത്തണം. 6 മാസത്തിൽ കുറവാണ് കാലാവധി എങ്കിൽ ഇനി ഇലക്ഷൻ വേണ്ട. അതായത് പഞ്ചായത്ത് പിരിച്ചുവിടുകയാണ്. പിരിച്ചുവിട്ട് കഴിഞ്ഞ് ഇനി 1 വർഷവും കൂടി ഉണ്ട് പഞ്ചായത്തിനെന്ന് പറഞ്ഞു വെച്ചാൽ അവർ ഇലക്ഷൻ നടത്തണം എന്നുള്ളതാണ്. ഇനി അവർക്കിനി 6 മാസമാണ് കാലാവധി ഉള്ളത്. 6 മാസത്തിൽ കുറവാണ്. ഇനിയിപ്പോൾ 6 മാസം കഴിഞ്ഞാൽ എല്ലാവിടെയും പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവാണ് കേരളം മൊത്തത്തിൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ വേണ്ട, അവരങ്ങനെ തന്നെ തുടരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 25 അല്ല, നിങ്ങൾക്കറിയാം എത്രയാണ്, 21. പഞ്ചായത്തിൽ ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ 21. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, ലോക്കൽ ബോഡി ഇലക്ഷൻ എല്ലാം 21ആണ്. ഇപ്പോൾ മേയർ ആവാനുള്ള കുറഞ്ഞ പ്രായവും അതേപോലെ തന്നെ ചെയർമാൻ ആവാനുള്ളതും ചെയർപേഴ്സൺ ആവാനുള്ളതും അങ്ങനെയുള്ള എല്ലാ സംഭവം, പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം 21ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 21. ഇനി MLA ആവാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ എത്രയാണ്, 25. അതേപോലെ തന്നെ MP ആവാൻ, പ്രധാനമന്ത്രി ആവാൻ അതും എത്രയാണ്, 25. ലോക്സഭ MPക്ക് 25. ഓക്കെ, അടുത്ത രാജ്യസഭ MP ആണെങ്കിലോ 30 വരിക. രാജ്യസഭ MP ആണെങ്കിൽ 30, ചുരുങ്ങിയ പ്രായം. ഇനി പ്രസിഡന്റ്, ഗവർണർ, വൈസ് പ്രസിഡന്റ് ഇങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെ വരുമ്പോഴോ ചുരുങ്ങിയ പ്രായം എത്രയാണ്, 35 വയസ്സെങ്കിലും ആയിരിക്കണം എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ കുറഞ്ഞ പ്രായം അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇലക്ഷൻ നടത്തണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 6 മാസമാണ് അതിൻ്റെ കാലാവധി അവശേഷിക്കുന്നത്. ഇപ്പോൾ 4.5 മാസത്തിലാണ് അവരെ പിരിച്ചുവിടുന്നത്, 4.25 മാസത്തിലാണ് പിരിച്ചുവിടുന്നത്. 5 വർഷം തയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി ആകെ 2-3 മാസമല്ലേ ഉള്ളൂ. ഇനി 5 അതങ്ങനെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഇലക്ഷൻ നടത്താമെന്ന് തീരുമാനിക്കാം. അടുത്തത്, പാർലമെന്ററി ഭരണത്തിന്റെ ഗുണം എന്ത്? പാർലമെന്ററി ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എഴുതി വയ്ക്കുക. ദ എക്സിക്യൂട്ടീവ് റിമൈൻസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. ഇത്രയേ ഉള്ളൂ. കാര്യനിർവഹണ വിഭാഗം നിയമ നിർമ്മാണ വിഭാഗത്തോട് കൂറ് പുലർത്തിയിരിക്കണം, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആണ്. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൽ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ എന്നാണ് പറയുക. ഓക്കെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നുള്ളത് ആർക്ക് റെസ്പോൺസിബിൾ ആണ്? ലോക്സഭയ്ക്ക് റെസ്പോൺസിബിൾ ആണ്. അതായത് മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും അവരെല്ലാവരും ആർക്കാണ് റെസ്പോൺസിബിൾ? പാർലമെന്റിലെ ലോക്സഭയ്ക്കാണ് റെസ്പോൺസിബിൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാര്യനിർവഹണ വിഭാഗം ആർക്ക് വിധേയരായിരിക്കും? നിയമനിർമ്മാണ വിഭാഗത്തിന് വിധേയരായിരിക്കും. ഈ MP-മാരിൽ നിന്നാണ് മന്ത്രിമാരെയൊക്കെ തിരഞ്ഞെടുക്കുക, അല്ലേ? ഇപ്പം നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ MP അല്ലേ, അദ്ദേഹം പ്രധാനമന്ത്രി അല്ലേ, അപ്പോൾ അവിടെ നിന്നാണ് ആളുകളെ തിരഞ്ഞെടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 22ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. ഓക്കെ, രണ്ടാമത്തെ, സുപ്രീം കോടതി ജഡ്ജിമാരെ റിമൂവ് ചെയ്യാനുള്ള കാരണങ്ങൾ: ഒന്ന് മിസ് ബിഹേവിയർ, സ്വഭാവപരമായിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇൻകപ്പാസിറ്റി, അവർക്ക് ആ കർത്തവ്യം നിർവഹിക്കാൻ പറ്റുന്നില്ല, ഇൻകപ്പാസിറ്റി. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സുപ്രീം കോടതി നിലവിൽ വന്നത് എപ്പോഴാണ്? 28 ജനുവരി 1950-നാണ്. ആ സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ ശരിയാണ്. അടുത്തത് നോക്കുക, സുപ്രീം കോടതി ജഡ്ജിമാരെ റിമൂവ് ചെയ്യാനുള്ള കാരണം മിസ്ബിഹേവിയറും ഇൻകപ്പാസിറ്റിയാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനുള്ളതും പഠിച്ചു വെക്കണം, ഈ അവസരത്തിൽ പഠിച്ചു വെക്കണം. എന്താണ്? വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നിർബന്ധമായും പഠിച്ചു വെക്കണേ, വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അത് പ്രസിഡന്റിന് കേട്ടോ. ഓക്കെ, അടുത്ത് ടേബിൾ ഓഫ് പ്രസിഡൻസ്. ഇന്ത്യയിൽ ക്രമമുണ്ട്, ഓരോരുത്തർക്കും ഓരോ പ്രോട്ടോകോൾ ഉണ്ട്. അത് പ്രകാരം ഇവരെ ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഗവർണർ, വൈസ് പ്രസിഡന്റ്. ശ്രദ്ധിക്കുക, ഈ തന്നിരിക്കുന്നതിൽ ക്രമം ഞാൻ പറയാം. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഉയർന്നത് പ്രസിഡന്റിനാണ്. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ വൈസ് പ്രസിഡന്റ് ആണ്. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ആണ്. അത് കഴിഞ്ഞാൽ ആര് വരുള്ളൂ? ഗവർണർ വരുള്ളൂ. അപ്പോൾ 1, 4, 2, 3 പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഗവർണർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, മാമല്യ ക്ലാസ്സിൽ ഉൾപ്പെടുന്നത് ആര്? മാമൽസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആര് എന്നാണ്. അത് നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് ജസ്റ്റ് സസ്തനി വിഭാഗത്തിൽപ്പെടുന്ന ഏതാന്ന് നോക്കിയാൽ മതി. അതിൻ്റെ ഉത്തരം വന്നിട്ട് ശ്രദ്ധിക്കുക, ഉത്തരം വന്നിട്ട് വെയിൽ. ഓക്കെ, നമ്മൾ തിമീങ്കലം എന്ന് പറയുമല്ലോ, വെയിൽ. ബാറ്റ് എന്ന് പറയുമ്പോൾ വവ്വാൽ അല്ലേ. ഓക്കെ, പറക്കുന്ന സസ്തനി, ഓക്കെ, അല്ലെങ്കിൽ പറക്കുന്ന കുറുക്കൻ ആരാണ്? വവ്വാല്.
ഓക്കെ. പിന്നെ അതേപോലെ ആര് വരും? കങ്കാരു. പിന്നെ അതേപോലെ തന്നെ ഹിപ്പപ്പൊട്ടാമസ്. ബാക്കിയുള്ളതിൽ ശ്രദ്ധിക്കുക, അതല്ലാത്തത് മാമലല്ലാത്തത് നമ്മൾ ഒരുപാട് പേര് കുറേ പേരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പെൻകിൻ മാമലാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. അല്ല, ഒരു പക്ഷിയാണ്. അപ്പോൾ പെൻകിൻ മാമലല്ല. അതേപോലെ തന്നെ ഓസ്ട്രിച്ച് മാമലല്ല. പക്ഷികളൊന്നും അങ്ങനെ വരില്ല. ഓക്കെ. അപ്പോൾ അത് നോക്കുക, അതല്ലാത്തത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇത് കിട്ടും. ഇത് ബയോളജി പഠിച്ചവർക്കും അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ കിട്ടും, പെട്ടെന്ന് കിട്ടും. ഓക്കെ. അടുത്ത സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി 1905 ഐൻസ്റ്റീൻ കൊണ്ടുവന്നതാണ്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി 1915 ഐൻസ്റ്റീൻ കൊണ്ടുവന്നതാണ്. ഐൻസ്റ്റീന് നൊബേൽ പ്രൈസ് കിട്ടിയത് 1921 നൊബേൽ പ്രൈസ് കിട്ടിയത് ഈ തിയറികൾക്കാണ്. ഓക്കെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ശ്രദ്ധിക്കുക, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി 1905, രണ്ടാമത്തെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി 1915, മൂന്നാമത്തെ നൊബേൽ പ്രൈസ് 1921, നാലാമത്തെ തെറ്റാണ്. ഐൻസ്റ്റീന് ഇതിനല്ല കിട്ടിയത്. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതിന്, എന്തിനാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതിനാണ് ആൽബർട്ട് ഐൻസ്റ്റൈന് എന്ത് കിട്ടിയത്? നൊബേൽ പ്രൈസ് കിട്ടിയത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മിക്കവാറും ആൾക്കാർക്കും PSC പഠിക്കുന്നവർക്കും അറിയാം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ തന്നെ തന്നിരിക്കുന്നത് 1 2 3 4, 2 3 4, 1 2 3, 1 3 4. അപ്പോൾ ഇതിൽ ഏതായാലും ഒന്നില്ലെങ്കിൽ എല്ലാം ശരിയാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റ്. അപ്പോൾ ഈ PSC പഠിക്കുന്നവർക്ക് എല്ലാവർക്കും, മിക്കവാറും ആൾക്കാർക്കും അറിയാം ഐൻസ്റ്റീൻ ഇതിനല്ല കിട്ടിയത്. അതായത് തിയറി ഓഫ് റിലേറ്റിവിറ്റിക്കോ ആപേക്ഷിക സിദ്ധാന്തത്തിനോ അങ്ങനെയുള്ള ഒരു സംഭവത്തിനല്ല കിട്ടിയത്. എന്തിനാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഹെൻറിച്ച് ഹേർട്സ് കണ്ടുപിടിച്ച ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതിനാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ പെട്ടെന്ന് ഓപ്ഷനിൽ നിന്ന് എന്ത് ചെയ്യും? അതിനുള്ള ഉത്തരം കിട്ടും.